കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. താപനില കണക്ക് പ്രകാരം പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 5 ഡിഗ്രി മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസ് വരെ മുകളിൽ രേഖപ്പെടുത്തിയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിനാൽ ഈ ജില്ലകളിലും സമീപ ജില്ലകളിലും നാളെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു. മറ്റ് ജില്ലകളിലും സാധാരണയേക്കാൾ ചൂട് കൂടാൻ നാളെ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുക. പേടിക്കേണ്ട, പക്ഷേ നമുക്ക് ജാഗ്രത വേണം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ITകളിൽ റെഗുലർ ക്ലാസുകൾ ഒഴിവാക്കാൻ തീരുമാനമുണ്ടായി. ഈ മാസം 4-ാം തീയതി വരെ ഓൺലൈൻ ക്ലാസുകളായിരിക്കും നടത്തുക. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്താണ് വിവരങ്ങൾ? പറയൂ. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും ഒപ്പം ഉഷ്ണതരംഗവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ITകളുടെ ക്ലാസുകൾ തൽക്കാലം ഒഴിവാക്കാൻ തീരുമാനമായത്. സംസ്ഥാനത്തെ ITകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ. പക്ഷേ സിലബസും മറ്റും പൂർത്തീകരിക്കേണ്ട സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഇതിനു വേണ്ട സമാന്തര സൗകര്യങ്ങൾ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അധ്യാപകരും ഒരുക്കി നൽകണം. വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ സ്ഥാപനങ്ങളിൽ എത്തുന്നതിൽ അവധി നൽകിയിരിക്കുന്നത്. അധ്യാപകരും മറ്റ് ജീവനക്കാരും സ്ഥാപനങ്ങളിൽ എത്തുക തന്നെ വേണം. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. താപനില വലിയ തോതിൽ ഉയരുകയാണ്. മിക്ക ജില്ലകളിലും 3 മുതൽ 5% വരെ താപനില ഉയരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്ലാസുകൾ ഓൺലൈനിലേക്ക് ക്രമീകരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ITI ക്ലാസുകൾ മെയ് 4 വരെ ഓൺലൈനിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. വിദ്യാർത്ഥികൾ കോളേജുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തേണ്ട സാഹചര്യമില്ല. സമാനമായ കാര്യങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇത്തരം വെക്കേഷൻ ക്ലാസുകളും മറ്റും ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും മറ്റ് ക്ലാസുകളും മറ്റും ക്രമീകരിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ പരമാവധി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഓൺലൈനുകളായി മറ്റും ക്ലാസുകൾ ക്രമീകരിച്ച സിലബസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മെയ് 4 വരെ സംസ്ഥാനത്തെ ITIകളുടെ റെഗുലർ ക്ലാസുകൾ തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. ക്ലാസുകൾ ഓൺലൈനിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ജയശങ്കർ.